സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ആമോദത്തോടുകൂടി എല്ലാവർക്കും സ്വാഗതം പറയുന്നു. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനകത്തുള്ള മെമ്പർഷിപ്പ് എടുക്കണം നിങ്ങൾ. ആ മെമ്പർഷിപ്പ് എടുത്താൽ ഞങ്ങൾക്ക് ചെറിയ പൈസ കിട്ടും. ഒരു ഗോൾഡ് മെമ്പർഷിപ്പ് എടുത്താൽ 89 രൂപ നിങ്ങൾ അടച്ചാൽ മതി. അത് നിങ്ങൾ ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് വരാൻ പറ്റും. നിങ്ങളൊരു സിൽവറിൻ്റെ സിൽവറാണ് 89 രൂപ ബേസിക്ക്, 299 രൂപ ഒരു ഗോൾഡ് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. ഡയമണ്ട് മെമ്പർഷിപ്പ് ആണെങ്കിൽ 1999 രൂപ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ മെമ്പർഷിപ്പ് എടുത്ത് കൂടി സഹായിക്കണം. പുതിയൊരു കാര്യം കൂടി പറയുകയാണ്. ഇന്ന് മറ്റൊരു പ്രധാന വിഷയമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഒന്നാമത്തെ വിഷയം, നമ്മൾ സമൂഹത്തിലെ സമസ്ത ജനവിഭാഗങ്ങളുടെയും ആശ്രിതരുടെയും തെറ്റിക്കിടക്കുന്നവരുടെയും ട്രാപ്പ് ചെയ്ത് കിടക്കുന്നവരുടെയൊക്കെ വിഷയം നമ്മൾ എടുക്കാറുണ്ട്. അങ്ങനെ ട്രാപ്പ് ചെയ്തു പോയ ഒരു 236 അധ്യാപകരുടെ വിഷയമാണ് പറയുന്നത്. അവർ പലരും റിട്ടയർ ആയിപ്പോയി, കുറച്ച് പേർ സർവീസിലുണ്ട്. സർവീസിലുള്ളവരും ഈ മാനസിക പീഡനം അനുഭവിക്കുന്നു, മാനസിക വ്യഥ അനുഭവിക്കുന്നു. റിട്ടയർ ആയി പോയവർക്കും ഈ ഒരു വ്യഥയുണ്ട്. ഒരു ഡീസൻസി, ഒരു അന്തസ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഇതിനകത്ത് ഒരു ഡിഗ്നിറ്റിയുടെ പ്രശ്നമുണ്ട്. എന്താണ് വിഷയമെന്ന് ഞാൻ പറയാം. 1990കളിലാണ് +2 വരുന്നത്. അപ്പോൾ +2 ഹയർ സെക്കൻഡറി വരുന്നത്. അപ്പോൾ എല്ലാവരെയും ടെമ്പററി ആയിട്ടാണ് പോസ്റ്റ് ചെയ്തത്. കാരണം എംപ്ലോയ്മെൻറ്റിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തത്. ആ സമയത്ത് പ്രിൻസിപ്പാൾമാരെ വേണം. അപ്പോൾ പ്രിൻസിപ്പാൾമാരെ എടുത്തത് പ്ലേസ്ഡ് പ്രിൻസിപ്പാൾ എന്ന പേരിൽ ഹൈസ്കൂളുകളിൽ നിന്ന് MA MSc ഒക്കെ പാസ്സായിട്ടുള്ള, MCOM ഒക്കെ പാസ്സായിട്ടുള്ള, വർഷങ്ങൾ സർവീസുള്ള പ്ലേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പാൾമാരാണ് വെച്ചത് 1990കളിൽ. 2006 കേരളത്തിൽ പേ സ്കെയിൽ ഫിക്സ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ പോസ്റ്റ് ചെയ്യുന്നവർക്ക് കൊണ്ടുള്ള പേ സ്കെയിൽ ഫിക്സ് ചെയ്ത് വരുന്നുണ്ട്. മറ്റവർക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ്. പേ സ്കെയിൽ ഫിക്സ് ചെയ്ത് വന്നപ്പോൾ ഈ പേ സ്കെയിൽ എയ്ഡഡ് സ്കൂളുകാർ അങ്ങ് നടപ്പിലാക്കി. 2006 നടപ്പിലാക്കിയത്. 2006 നടപ്പിലാക്കി. 2009 സർക്കാർ ഇത് നടപ്പിലാക്കിയത്, സർക്കാർ സ്കൂളുകളിൽ. ഇതിനിടയിൽ വേറെ ചില കാര്യങ്ങൾ സംഭവിച്ചു. ഈ 2006 മുതൽ തന്നെ പ്രിൻസിപ്പാൾമാരായിട്ട് ജോലി ചെയ്യുന്ന എയ്ഡഡ് സ്കൂളുകാർക്ക് കിട്ടി. കുറച്ച് പേർ കേസിന് പോയി, സർക്കാർ സ്കൂളിൽ ഏർപ്പെടുത്താത്തതുകൊണ്ട്. കേസിന് പോയവർക്കും കിട്ടി. അതാണ് തമാശ. എന്നാൽ കേസിൽ പങ്കെടുക്കാത്തവർക്ക് കിട്ടിയിട്ടില്ല. ഇനി വേറെ രസമെന്ന് പറഞ്ഞാൽ 2009 മുതൽ ഇത് ഏർപ്പെടുത്തിയപ്പോൾ പിന്നെ എന്താ സംഭവിച്ചത്? സർക്കാർ സ്കൂളിലുള്ളവർക്ക് കിട്ടി. പക്ഷേ 2006 മുതലേ അവർ, അല്ലെങ്കിൽ 2006 പ്രൈവറ്റ് സ്കൂൾ എയ്ഡഡ് സ്കൂളുകാർക്ക് കിട്ടിയ കാലം മുതലേ അവർ പ്രിൻസിപ്പൾമാരാണ്. അപ്പോൾ അവർക്ക് 2006 മുതൽ കിട്ടാൻ അർഹതയില്ലേ? അപ്പോൾ 2006, 2009 വരെയുള്ള കാലഘട്ടത്തിൽ അവർക്ക് കിട്ടണം. പലരും 2009 റിട്ടയർ ആയിപ്പോയി. അപ്പോൾ അവർക്ക് ഒരു ബെനിഫിറ്റും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു 236 പേര് ഇവിടെ കിടപ്പുണ്ട്. അതിൽ കുറച്ച് പേര് കോടതിയിൽ പോയി. ക്യാബിനറ്റിൻ്റെ തീരുമാനം വന്നു കുറച്ച് പേർക്ക് വേണ്ടി. ഇതിനിടയിൽ 8 കൊല്ലം സർവീസുള്ളവർക്ക് ഒരു ഗ്രേഡ് കൊടുത്തു. അങ്ങനെ ഗ്രേഡ് കിട്ടിയവർക്ക് ഇപ്പോൾ ഈ ഒരു ആനുകൂല്യം സർക്കാർ അനുവദിച്ചാൽ ചെറിയ പൈസ കുറയും. ഗ്രേഡ് കിട്ടാത്തവർക്ക് ഈ ഒരു വിഷയത്തിൽ പൈസ, നല്ല അത്യാവശ്യം പൈസ കിട്ടേണ്ടതുണ്ട്. കേസിന് പോയവർക്ക് എന്തായാലും ആനുകൂല്യം കിട്ടി. പാലക്കാട് ജില്ലയിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുറച്ച് പേർ 18 പേര് കോടതിയിൽ പോയി. ആ 18 പേർക്ക് വീണ്ടും ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. പക്ഷെ അതും പണം കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ പേ സ്കെയിൽ ഫിക്സേഷൻ്റെയും അതിൻ്റെ ഡ്യൂറേഷൻ്റെയും പാലക്കാടാണ് 18 പേര് കേസിന് പോയത്. അതിൻ്റെ ഓർഡർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഓർഡറുണ്ട്. കുറച്ച് പേർ അവിടെ പോയി നേടി, അതിൻ്റെ ഓർഡറുണ്ട്. കുറച്ച് പേർ കോടതിയിൽ പോയി നേടി, അതിൻ്റെ ഓർഡറുണ്ട്. എന്തായാലും പോകാത്തവരൊക്കെ ട്രാപ്പിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ 236 പേര് യഥാർത്ഥത്തിൽ 2006 പ്രൈവറ്റ് മീൻസ് എയ്ഡഡ് സ്കൂളുകളിൽ കൊടുത്ത പ്രിൻസിപ്പാൾമാർക്ക് കൊടുത്ത ഇവിടെ പേ സ്കെയിലിൻ്റെ ഓർഡർ അതേ ക്രമത്തിൽ 2009 മാത്രം കിട്ടിത്തുടങ്ങിയവർക്ക് കൂടി കൊടുക്കണം. അപ്പോൾ 3 വർഷത്തെ ഒരു അരിയർ പണം അവരത് കിടപ്പുണ്ട്. ഇതൊരു ട്രാപ്പ് മണിയായിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ഹയർ സെക്കൻഡറി ഡയറക്ടറും ഇതിനകത്ത് ഇടപെട്ട്, DP ഒക്കെ ഇടപെട്ട്, ബഹുമാനപ്പെട്ട മന്ത്രിയും ഒക്കെ ഇടപെട്ട് ഈ 236 പേരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം. ഇതൊരു വലിയ സാമൂഹ്യ വിഷയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് അധ്യാപകർ പെൻഷൻ പെട്ടി വീട്ടിലിരിക്കുമ്പോൾ നമ്മളുടെ സുഭാഷിതം ചാനൽ കണ്ട് മറ്റ് വിഷയങ്ങൾ നമ്മൾ എടുക്കുന്നത് മനസ്സിലാക്കിയിട്ടാണ് ഈ വിഷയം കൂടെ അയച്ചു തന്നിട്ടുള്ളത്. അപ്പം ഞാൻ നിർത്തുന്നു. 2006 മുതൽ ഒരു വിഭാഗത്തിന് കിട്ടിയത്, കേസിന് പോയവർക്കും കിട്ടിയത്, ഇതൊന്നിലും പോകാത്തവർക്ക് കിട്ടുന്നില്ല. അവർ ഒരുപാട് പേര് റിട്ടയർ ആയിപ്പോയി, ഇപ്പോഴും സർവീസിലുണ്ട്. അപ്പോൾ സർവീസിലുള്ളവരും ഇത് കാണുക, റിട്ടയർ ആയി പോയവരും ഇത് കാണുക. പരമാവധി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരും ദയവായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന്
ഇന്നലെ അവരായിരുന്നെങ്കിൽ നാളെ നമ്മളും മറ്റ് വിഷയങ്ങളിൽ വരും. അതുകൊണ്ട് നിങ്ങളോടൊപ്പം സുഭാഷിതം ചാനലുണ്ട്. നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണേ.